ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്, പഴവും ഇതൊക്കെ വെച്ചിട്ട്. അപ്പം ആ മുട്ടയൊന്ന് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വിസ്ക് വെച്ചിട്ടാണ്, ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിസ്ക് വെച്ചിട്ടാണ്, ബീറ്റർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാട്ടോ. ബീറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചാണ് ഇട്ട് കൊടുത്തത്. പഞ്ചസാര പൊടിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. ഓരോ സ്പൂണ് ഇട്ടാൽ അല്ലെങ്കിൽ കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് വാനില എസൻസ് ആണ്. ചെറിയൊരു സ്പൂൺ ഉണ്ടല്ലോ, കൊച്ചു സ്പൂണിന് ഒരു സ്പൂൺ ഇടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും ഇട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്യാം. ഈ റോബസ്റ്റ പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം പഴുത്ത ഒരു പഴമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഉടച്ച് ആ മിക്സ് ഇനി ഈ മുട്ടയുടെയും പഞ്ചസാരയുടെ ഒക്കെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതോടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മേളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാടായിക്കഴിഞ്ഞാൽ നല്ല കുത്ത് ചെവയും ഒരു കയ്പ്പ് രസവും വരും കൊക്കോ പൗഡറിന്. ഓവറായിട്ട് നമ്മൾ ചെറിയ കേക്കല്ലേ, ഒരു 3 സ്പൂൺ മൈദയൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് അതോടെ ഇട്ടതിന് ശേഷം നമുക്കിനി ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടിട്ട് ഇനി വലുതായിട്ട് ഇളക്കണം. ചെറിയ തവി ആയാലും മതി കേട്ടോ. ഞാനിപ്പം വിസ്ക് എടുത്തുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ഈ ചെറിയ രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ മിക്സ് റെഡിയാക്കാൻ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദപ്പൊടിയും കുറേച്ചാലേ കട്ട പിടിക്കും. കുറേച്ച് നമുക്കിങ്ങനെ ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. കുറേച്ച് ഇട്ടതിന് ശേഷം ഒരു 3 സ്പൂൺ അളവ് ഞാൻ എടുക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഇതേപോലെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ ഉള്ളു. അപ്പം ഇന്ന് 4 മണിക്ക് എന്തായാലും ഇതാക്കാമെന്ന് വെച്ച്, മുട്ടയും പഴമൊക്കെ ഇരിപ്പണമെന്നാൽ വിചാരിച്ചാൽ ഇതൊന്നും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇന്ന് കേക്ക് ആക്കിയത്. ഇനി ഇതിലേക്ക് 3 സ്പൂൺ അളവിലാണ് മൈദ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. ഓയിൽ ചേർത്തില്ലായിരുന്നു കേട്ടോ. ഒരു 2-3 സ്പൂൺ അളവിൽ ഞാൻ ഇങ്ങനെ ഒഴിക്കുകയാണ്. ഒരു കണക്കിന് ഒരു 3 സ്പൂൺ അത്രയൊക്കെ വരും, 2.5 സ്പൂൺ അത്രയൊക്കെ. ഇനി ഇതോടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരുപാട് വെള്ളമാകല്ലേ, ഈ ഒരു പരുവം കണ്ടേ. സ്പൂൺ കൊണ്ട് കാണിക്കാം കേട്ടോ. കണ്ടേ, ഈ ഒരു പരുവമാകണം. അപ്പം നമ്മുടെ മിക്സ് റെഡി. ഇനി കേക്ക് ഉണ്ടാക്കാൻ ട്രേ ആണിത്. അപ്പം ബട്ടർ പേപ്പർ ഒന്നും ഇല്ലായിരുന്നു. നേരത്തെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. ഇപ്പം അത്ര അങ്ങോട്ട് ഉണ്ടാക്കുന്നില്ല, വല്ലപ്പോഴും അങ്ങനെ. അപ്പോൾ ഇന്ന് ഒരു ഇത് തോന്നി അങ്ങ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് 4 മണിക്ക് ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാധാ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്ത് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതേലൊന്നും എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബട്ടർ പേപ്പർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഓവനിലുമല്ല ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്, സാധാ ഈ ദോശക്കല്ലേ വെച്ചിട്ടാണ്. നല്ലവണ്ണം ഈ പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതേ 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഓവനിലെടുത്ത് വെച്ചാലും കേക്ക് നല്ല സെറ്റായി കിട്ടും. പക്ഷേ എനിക്ക് ഒന്നുകൂടെ ഓവനിൽ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് നന്നായി കിട്ടുന്ന ഇതേൽ ഉണ്ടാക്കുമ്പോഴേ കേട്ടോ. അതിലും ഉണ്ടാക്കാം, പക്ഷേ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നതിനകത്ത്. അപ്പം നല്ലവണ്ണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മിക്സ് ഒഴിച്ചെടുക്കാം. ഒത്തിരി മിക്സ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ തട്ടിക്കൊടുക്കാം. ചെറുത് ബബിള് പോലെ ഇതേപോലെ വീഴല്ലേ, അതിന് വേണ്ടിയാണ് ചെറുതായിട്ടൊന്നിങ്ങനെ തട്ടിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം.
ഒരു 10 മിനിറ്റ് വേണ്ട, അത്രയും നേരം നല്ല ഫ്ലെയിമിലിട്ടിട്ട് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. 10 വേണ്ട, ഒരു 5 മിനിറ്റോളം മതി. കേട്ടോ, പകുതി ഇതായപ്പോൾ തന്നെ കേക്ക് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. 4 മണിക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. അധികം ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വൈകുന്നേരം വരുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പം എൻ്റെ മക്കൾ കേക്കൊക്കെ എടുത്തുകൊണ്ട് പോയി. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.